ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഈ സാധനം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരിക്കാം, നമ്മുടെ ബ്രിഞ്ചോൾ. അപ്പോൾ പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് നന്നായി കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ. നമ്മുടെ ഈ കട്ടിങ് പാഡ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇളകിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് കണക്ക് മൂക്കാത്ത, അത് കേടല്ല കേട്ടോ ഗൈസ്, അത് ഇച്ചിരി കറുപ്പ് കളറായതാണ്. അതിൽ മൂക്കാത്ത ടൈപ്പ് ബ്രിഞ്ചോൾ എടുക്കാനായി ശ്രദ്ധിക്കാം. മൂത്തതാവുമ്പോൾ കുറച്ച് കയ്പ്പ് രസം വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കട്ടിങ് പാഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത്, ഇപ്പോൾ കണ്ടില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അതാണെങ്കിൽ ഇത്രയും കട്ടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ അതിനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ അതിനെ കട്ടി അങ്ങ് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് എല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിനെ നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് എന്താണ് അതിൻ്റെ കട്ടിൽ ഒരു കറുത്ത കളറുണ്ട്, അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചധികം ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഒരു ഹാഫ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് കണക്ക് വരും. നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടത് കാരണമാണ് ഇതിങ്ങനെ റെഡ് കളറായിരിക്കുന്നത്. നല്ല സ്മെല്ലുണ്ട്. ഇത് മിക്സ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മണമാണ് വരുന്നത്. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ ഒഴിച്ച ശേഷം അത് ചൂടായി വന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോരോ ബ്രിഞ്ചോളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് കരിച്ച് പോവരുത്, പതിയെ അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ വഴുതനങ്ങ വേഗം വെന്ത് കിട്ടുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ നമുക്ക് നമ്മളത് നല്ല ഭംഗിയില്ലേ കാണാൻ, പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ അടുക്കി വെച്ചതുപോലെ. അപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം ഞാൻ അടുത്ത സൈഡ് അങ്ങ് മറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ ചെറുതായി ഒന്ന് വിട്ടുപോയിട്ടു. വേറൊന്നും സംഭവിച്ചില്ല ഗൈസ്, ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോളൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായി വെന്ത ശേഷം നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. ബൈ.